കെട്ടിടം അടിമുടി മാറി, പക്ഷെ പാർട്ടിയോ? കേരളത്തിൽ CPM-ന്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് AKG സെന്ററിന്. പാർട്ടിയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്ന ഇടം എന്ന നിലയിലും CPM-ന്റെ അടയാളം എന്ന നിലയിലും പഴയ AKG സെന്ററിൽ നിന്ന് പുതിയ AKG സെന്ററിലേക്ക് പാർട്ടി നീങ്ങുന്നു. കെട്ടിടത്തിൽ അടിമുടി മാറ്റമുണ്ട്, പക്ഷേ ആ മാറ്റം പാർട്ടിയിലും വരുമോ? രാജ്യത്ത് പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ സകല പ്രൗഢിയും വിളിച്ചോതുന്നതാണ് തിരുവനന്തപുരം പാളയത്ത് 31 സെന്റിൽ 9 നിലകളിലായി സജ്ജമായ CPM-ന്റെ AKG സെന്റർ. നിലവിലെ ആസ്ഥാനമായ AKG സെന്ററിന് എതിർവശത്ത് ഡോക്ടർ NS വാര്യർ റോഡിൽ പാർട്ടി വാങ്ങിയ 31 സെന്റിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ 9 നിലകളും 2 ഭൂഗർഭ പാർക്കിംഗ് നിലകളുമുള്ള പുതിയ ആസ്ഥാന മന്ദിരം. ഗതകാല പ്രൗഢി നിലനിർത്തി പുതുക്കി പണിത CPI ആസ്ഥാനമായ MN സ്മാരകവും BJP-യുടെ പുതിയ ആസ്ഥാന മന്ദിരമായ മാരാർജി ഭവനും ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് CPM-ന്റെ ബഹുനില മന്ദിരം അനന്തപുരിയുടെ നഗരഹൃദയത്തിൽ സജ്ജമായിരിക്കുന്നത്. കേരളത്തിലെ മാത്രമല്ല, രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ആസ്ഥാന മന്ദിരങ്ങളിൽ ഒന്നാണിത്. ഉദ്ഘാടന ചടങ്ങിന്റെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടാലും.
മായ പ്രതിഷേധവും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. സമാരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പി വി ബംഗാൾ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്ത പുതിയ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന സഖാവ് പിണറായി, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി സഖാവ് MP ഗോവിന്ദൻ മാസ്റ്റർ, PV അംഗം A വിജയരാഘവൻ, പ്രിയപ്പെട്ട SRP, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ, CPI-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് B ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് വാണി വിഭാഗം സെക്രട്ടറി സഖാവ് പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോർജ്, ജനതാദൾ S നേതാവ് മാത്യു ടി തോമസ് MLA, NCP നേതാവ് AK ശശീന്ദ്രൻ, RJD വൈസ് പ്രസിഡന്റ് KP മോഹനൻ, കോൺഗ്രസ് S സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി, കേരള കോൺഗ്രസ് B നേതാവ് KB ഗണേഷ് കുമാർ, ജനാധിപത്യ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ആന്റണി രാജു, കേരള കോൺഗ്രസ് സ്കരിയ വിഭാഗം നേതാവ് ബിനോയ് ജോസഫ്, CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ഈ സദസ്സിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, CPM സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്ത പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം, സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, കുറച്ച് സമയം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഇതുവരെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് സാങ്കേതികവും പ്രായോഗികവുമായ ചില പരിമിതികൾ ഇതിനകം തന്നെ ഉണ്ടായി. മാത്രമല്ല, AKG പഠന ഗവേഷണ കേന്ദ്രം ഒരു സ്വതന്ത്ര സ്ഥാപനമെന്ന നിലയിൽ ഇനിയും വിപുലീകരിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു.
ഈ ലക്ഷ്യത്തിലാണ് പുതിയ കെട്ടിടമെന്ന ദൗത്യം പാർട്ടി ഏറ്റെടുത്തത്. നമ്മെ വിട്ടുപിരിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 16/9/2021 ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം 32 സെന്റ് സ്ഥലം 6,40,00,000 രൂപക്ക് വാങ്ങിയത്. സ്ഥലം വാങ്ങുമ്പോൾ ഹൈക്കോടതിയിൽ ഒരു സിവിൽ കേസ് നിലവിലുണ്ടായിരുന്നു. അത് പിന്നീട് പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് തീർപ്പാക്കാൻ സാധിച്ചു. അതിനുശേഷം ഇതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 25/2/2022 ആരാധ്യനായ മുഖ്യമന്ത്രി പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിട്ടത്. 3 വർഷം തികയുന്നതിന് മുമ്പ് പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. 25/3/2025 12 മണിക്ക് പൂർത്തീകരിച്ച കെട്ടിടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി സഖാവ് എം.വി. ഗോവിന്ദൻ മാസ്റ്ററും വന്ന് പരിശോധിക്കുകയുണ്ടായി. കെട്ടിട നിർമ്മാണത്തിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന ഔപചാരികമായ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. AKG പഠന ഗവേഷണ കേന്ദ്രം അത് നമ്മുടെ എല്ലാം അഭിമാനത്തിൻ്റെ ഭാഗമാണ്. ഒരു വാക്ക് പറയാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അപരാധമായിരിക്കും. ഈ കെട്ടിടത്തിന് 22/3/78 തറക്കല്ലിട്ടത്. 1979 സഖാവ് EMS ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് AKG ഹാളിൻ്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സൂര്യത്ത് നിർവഹിച്ചു. ഇന്ന് ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ് AKG സെൻറ്റർ. ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രം ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കെട്ടിടം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1986 പോലീസ് ആക്രമണം, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വെടിവെപ്പ്, 2 തവണ കോൺഗ്രസ് ഗുണ്ടകളുടെ ബോംബേറും AKG സെൻറ്ററിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഓഫീസിലിരുന്നാണ് മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് സഖാവ് VK നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 1980 അധികാരത്തിൽ വന്നത്. അതിനുശേഷം 3 തവണ സഖാവ് നായനാർ, 1 തവണ സഖാവ് VS, 2 തവണ സഖാവ് പിണറായി വിജയനും മുഖ്യമന്ത്രിയായത് ഈ ഓഫീസിലിരുന്നുകൊണ്ടാണ്. ഇന്ന് രാഷ്ട്രീയ ആശയ അടിത്തറകൾ ഫലപ്രദമായ രാഷ്ട്രീയ രൂപം നൽകിയ 4 പഠന കോൺഗ്രസുകൾക്ക് നാന്ദി കുറിച്ചത് ഈ കെട്ടിടത്തിൽ വെച്ചാണ്. അധികാര വികേന്ദ്രീകരണം, വികേന്ദ്രീകൃത ആസൂത്രണം, സമ്പൂർണ്ണ സാക്ഷരത, നവകേരള സൃഷ്ടി, ഈ ആശയത്തിൻ്റെ എല്ലാം അടിത്തറ പാകിയത് ഈ ഓഫീസാണ്. ചരിത്രത്തിലാദ്യമായി പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ചയ്ക്കും ഈ ഓഫീസ് സാക്ഷിയായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും പൂർവാധികം ശക്തിപ്പെടുത്തുന്നതിനും വർഗബന്ധത്തിൽ മാറ്റം വരുത്തി ഇന്നത്തെ നിലയിൽ LDFനെ ശക്തിപ്പെടുത്തുന്നതിനും നിർണായക പങ്കുവഹിച്ച AKG സെൻറ്റർ ഓരോ മലയാളിയുടെയും അഭിമാനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തുടർച്ചയാണ് പുതിയ ഓഫീസ്. LDFൻ്റെ 3ാം ഗവൺമെൻറ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് AKG സെൻറ്ററിൻ്റെ തുടർച്ചയായി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന പുതിയ ഓഫീസിനെ ഉപയോഗിച്ചായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് പുതിയ ഓഫീസിൻ്റെ ചരിത്ര പ്രാധാന്യം.
ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നില്ല. ചില കാര്യങ്ങൾ എന്നോട് തന്നെ സൂചിപ്പിക്കാൻ ഇതിന് നേതൃത്വം കൊടുത്ത പ്രശസ്തനായ വാസ്തുശില്പി ആർക്കിടെക്ട് എൻ മഹേഷ് അഭ്യർത്ഥിക്കുകയുണ്ടായി. 9 നില കെട്ടിടം കൂടാതെ ഭൂമിക്കടിയിൽ 2 നില കെട്ടിടമുണ്ട്. 60,000 സ്ക്വയർ ഫീറ്റ്. 60ഓളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. 3 വർഷമെടുത്തുകൊണ്ടാണ് ഈ പണി പൂർത്തീകരിച്ചതെങ്കിൽ പോലും 2 വർഷമായിരുന്നു കോൺട്രാക്റ്റ് കാലാവധി. സാങ്കേതിക കാരണങ്ങളും കേസുമുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് സമയം വൈകിപ്പോയത്. പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പകൽ സമയത്ത് മാത്രം ജോലി ചെയ്തുകൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. നിശ്ചിത തൊഴിലാളികളെയും നാമമാത്രമായ സാങ്കേതിക വിദഗ്ധരെയും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പൂർത്തീകരിച്ചത്. കെട്ടിടത്തിൻ്റെ 25% മാത്രമേ എയർ കണ്ടീഷനുള്ളൂ. പ്രകൃതിദത്തമായ ടൈൽസാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. 5 സ്റ്റാർ റേറ്റുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണിത്. മതിയായ മഴവെള്ള സംഭരണം ഭൂമിക്കടിയിൽ സജ്ജമാക്കി. ഫയറുമായി ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്ററുകളും അംഗീകരിച്ചു. പരിസര പ്രദേശത്ത് തീപിടുത്തമുണ്ടായാൽ പോലും ഇവിടെ നിന്ന് വെള്ളം റീഫിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതുവഴി ഗ്രീൻ ബിൽഡിങ്ങിനുള്ള ഗൃഹ സർട്ടിഫിക്കേഷൻ 4 ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് AKG സെൻ്റർ. ഇതോടൊപ്പം തന്നെ ഭിന്നശേഷി സൗകര്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കെട്ടിടമാണിത്. ഇവർക്ക് പ്രത്യേകമായ ടോയ്ലറ്റ്, പരസഹായമില്ലാതെ ബ്രെയിൽ ബട്ടൺ ഉപയോഗിച്ച് ലിഫ്റ്റ് ഉപയോഗിക്കാം. വീൽ ചെയർ സൗകര്യമുണ്ട്. പ്രത്യേക സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിലുപയോഗിച്ച പെയിൻറ് VOC കുറഞ്ഞതാണ്. അതായത് രൂക്ഷമായ ഒരു ഗന്ധവുമില്ലാത്ത പെയിൻ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. സർക്കാരിൻ്റെ കീഴിലുള്ള കോപ്പറേറ്റീവ് സ്ഥാപനമായ റബ്കോയാണ് മനോഹരമായ ഫർണിച്ചറുകൾ നിർമ്മിച്ചത്. യഥാർത്ഥത്തിൽ ആർക്കിടെക്റ്റ് വിഭാഗം ഇതിനനുകൂലമായിരുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് റബ്കോയെ ഈ ചുമതല ഏൽപ്പിച്ചത്. പക്ഷേ ഫർണിച്ചറുകൾ കണ്ടതിന് ശേഷം ആർക്കിടെക്റ്റ് ഇവരെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, പുതിയ കെട്ടിടങ്ങൾക്കും ഹോട്ടലുകൾക്കും ഉപയോഗിക്കാൻ റബ്കോ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. വലിയ ഒരു മാർക്കറ്റിംഗ് ആണ് ഈ കെട്ടിടം വഴി റബ്കോക്ക് ലഭ്യമാകുന്നത്. നാച്ചുറൽ കാർപ്പറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വീവിംഗ് കർട്ടൻ തുണി കണ്ണൂർ കാഞ്ഞിരോട് വീവേഴ്സിൻ്റെതാണ് ഇവിടെയുള്ളത്. എല്ലാ റൂമിലും ജല ഉപയോഗം ക്രമീകരിച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ സാധിക്കില്ല. 20 kV സോളാർ സൗകര്യമുണ്ട്. ആർക്കിടെക്ട് എൻ മഹേഷ്, അദ്ദേഹം ഈ സ്റ്റേജിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹം ലോകപ്രശസ്ത വാസ്തുശില്പിയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ്. ഈ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ ബാംഗ്ലൂർ വെച്ച് നടത്താൻ നിർബന്ധിക്കപ്പെട്ടു. ആ ദിവസത്തിൽ പോലും ഒരു ദിവസം പോലും ഈ കെട്ടിടത്തിൻ്റെ പണി സ്തംഭിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മയായി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊജക്ട് മാനേജർ ഹരികുമാർ തിരുവനന്തപുരം, സൈറ്റ് എഞ്ചിനീയർ പ്രിയേഷ് ആലപ്പുഴ. യഥാർത്ഥത്തിൽ 24 മണിക്കൂറും അവർ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. സിവിൽ കോൺട്രാക്ടർമാർ അശ്വിൻ, കാലിക്കറ്റ് PMK കോൺട്രാക്ടേഴ്സ്, PM കേളുക്കുട്ടി കമ്പനി പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ഏറ്റവും മനോഹരമായി സിവിൽ വർക്ക് നിശ്ചിത സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ കാലിക്കറ്റ് PMK കോൺട്രാക്ടേഴ്സിന് കഴിയും. ഇലക്ട്രിക്കൽ ശ്രീകുമാർ, DSA ഇലക്ട്രിക് പവർ, AC വിനു പണിക്കർ, ഫയർ സന്തോഷ് കുമാർ തിരുവനന്തപുരം, പ്ലംബിംഗ് എറണാകുളം ട്രാവൻകൂർ ഹൈഡ്രോടെക്സ്, ഫൈലിംഗ് ശ്രീകാന്ത് MS. 202 ഫൈലിംഗ് ആണ്
ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുമുള്ളത്. കെട്ടിടത്തിന് വേണ്ടി മാത്രം 85 പൈലിങ്ങുമുണ്ട്. അതായത് പാറ കാണുന്നത് വരെ ഈ പൈലിങ് പോയി എന്നുള്ളത് മാത്രമല്ല, പരിസര പ്രദേശത്ത് ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ പോലും നമ്മുടെ കെട്ടിടത്തെ ബാധിക്കാത്ത രൂപത്തിലാണ് മഹേഷ് ഇതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണ് മാറ്റിയത് യുദ്ധകാല അടിസ്ഥാനത്തിലായിരുന്നു. രാജേഷ് TV മോക്ഷ അസോസിയേറ്റാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. കാർപ്പൻറ്ററി മനോജ് കംകാനി വുഡ് തിരുവനന്തപുരം. വാട്ടർ പ്രൂഫിംഗ് ലീക്കില്ലാതെ കെട്ടിട സംരക്ഷണം സതീഷ് സാഗ എന്റർപ്രൈസസ്. ലൈറ്റിംഗ് ആശാ ലെവിൻ ലൈറ്റിംഗ് സിസ്റ്റംസ്. മെറ്റൽ ഫാബ്രിക്കേഷൻ കൈലാസ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഗ്ലൈസിംഗ് GFAB തിരുവനന്തപുരം. ഡ്രൈവാൾ പാർട്ടീഷൻ ദിലീപ് തിരുവനന്തപുരം. ഷോർട്ട് ട്രീറ്റിംഗ് ബെൻസിലാൽ ബൈജു തിരുവനന്തപുരം. ഗാർഡൻ പ്രസാദ് നിതിൻ നഴ്സറി. ഓഡിയോ വിഷ്വൽ സിസ്റ്റംസ് ഐറ്റാൽ സൊല്യൂഷൻസ് രഞ്ജിത്ത്. കൺസൾട്ടൻറ്റുകൾ ഇൻഗ്രഡ് സൊല്യൂഷൻസ് രവികുമാർ അസോസിയേറ്റ്സ്. ഗണേഷ് ടെക്നിക്കൽ. DV കൺസൾട്ടൻസി. സുമനം എഞ്ചിനീയറിംഗ്. അലക്സിയർ സിറിയക് അസോസിയേറ്റ്സ്. AIC ഏഷ്യ ഇൻടെക്. സെക്സ്മൈൻസ് ടെക്നോളജി. എല്ലാം ഏതാണ്ട് ഒരു 20ഓളം വരുന്ന ഏജൻസികളാണ്. ഇവരെ എല്ലാം കൊട്ടേഷൻ വഴിയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത്. ഇവർക്കെല്ലാം അക്കൗണ്ട് പേയ്മെൻ്റാണ് ഈ ഓഫീസ് വഴി നൽകിയത്. ഏറ്റവും ഫലപ്രദമായി ഈ പണി ഏറ്റെടുത്ത ഇതിൻ്റെ ടെക്നിക്കൽ വിഭാഗം, ലേബർ വിഭാഗം എല്ലാം സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുന്നതിന് മാതൃകാപരമായിട്ടുള്ള സമീപനവും ഇടപെടലും നടത്തി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമാരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സ്ഥലം വാങ്ങുന്നത് മുതൽ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നത് വരെ ഡിസൈൻ ഉൾപ്പെടെ ഒരു റൂമിൻ്റെ നീട്ടം എന്തായിരിക്കണം, വീതി എന്തായിരിക്കണം, എത്ര സൗകര്യങ്ങൾ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുണ്ടാകണം, ഇതെല്ലാം വളരെ 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 ഫലപ്രദമായി ആർക്കിടെക്റ്റിന് നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലേഔട്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയത്. ഈ പണി പൂർത്തീകരിക്കുന്നതിന് സഹായിച്ച കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷം കെട്ടിടം പണി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഫലപ്രദമായിട്ടുള്ള മേൽനോട്ടം വഹിച്ചു എന്ന് മാത്രമല്ല, സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം കെട്ടിടം സന്ദർശിക്കും, ഇതിൻ്റെ റിവ്യൂ നടത്തും. അതിൻ്റെ ഭാഗമായി ഈ കെട്ടിടം ഒരു രൂപത്തിലുമുള്ള പോറലുമില്ലാതെ പെർഫെക്റ്റായി പൂർണ്ണതയിൽ ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിച്ചു. സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. 24ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത കേരളത്തിൻ്റെ അഭിമാനമായ സഖാവ് MA ബേബി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഈ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. ഒരു പ്രത്യേകത, ഈ ഓഫീസിന് നേരെ എതിരാളികൾ ആക്രമണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഓഫീസിലുണ്ടായി അതിനെ ചെറുത്തു നിന്നു എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. TV അംഗം സഖാവ് A വിജയരാഘവൻ നിത്യസാന്നിധ്യം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും നമ്മെ നല്ല രൂപത്തിൽ സഹായിച്ചു. കോടിയേരിയെ സ്മരിക്കാതെ ഒരു സ്വാഗതം ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായിരിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കോടിയേരി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കെട്ടിടം ഈ രൂപത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നുള്ളതൊരു സത്യമാണ്. പ്രത്യേകിച്ച് സ്ഥലം കണ്ടുപിടിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചു. സഖാവ് കോടിയേരിയെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഈ വേദിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ബിനോയ് വിശ്വം സന്നിഹിതനായിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയിക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ സ്റ്റീഫൻ ജോർജ്, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ, KV മോഹനൻ, രാമചന്ദ്രൻ കടത്തപ്പള്ളി, KB ഗണേഷ് കുമാർ, ആന്റണി രാജു, ബിനോയ് ജോസഫ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതികൾ ലഭിക്കുന്നതിന് വലിയ ഇടപെടൽ ആവശ്യമായി വന്നു. ഏതാണ്ട് 12 ലൈസൻസുകൾ നമുക്ക് ആവശ്യമായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ മേയർ, എയർപോർട്ട് അതോറിറ്റി, പൊല്യൂഷൻ കൺട്രോൾ, എയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, വാട്ടർ അതോറിറ്റി, മൈനിങ് ആൻഡ് ജിയോളജി, ഗൃഹ ഈ അനുമതി നൽകിയ ഏജൻസികളെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇതിന് സഹായം നൽകിയ മുൻ ഓഫീസ് സെക്രട്ടറി സജീവൻ, അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, ആധാരം എഴുതിയ വിജയൻ, നിലവിലെ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈ, അക്കൗണ്ടന്റ് അജിത് S, എയർപോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രൂപത്തിൽ സഹായിച്ച ജോൺ ബ്രിട്ടാസ്, നിർമ്മാണ സഹായത്തിന് തൊട്ടടുത്ത് സ്ഥലം നൽകിയ ഡോക്ടർ അജയ്, മുൻ ചീഫ് സെക്രട്ടറി വിജയാനന്ദ്, SBI ഉൾപ്പെടെയുള്ള അയൽക്കാർ, CIT ചുമട്ടുതൊഴിലാളികൾ, ട്രാഫിക് നിയന്ത്രണം പലപ്പോഴും ആവശ്യമായി വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച പോലീസ്, സഹകരിച്ച പാർട്ടി അംഗങ്ങൾ, പാർട്ടി ഘടകങ്ങൾ, ഈ സദസ്സിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ, വേദിയിലുള്ള CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, CPM പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ, CPM-ന്റെ ഇന്ത്യയിലെ തന്നെ നടന്നുവരുന്ന നേതാവ് സഖാവ് S രാമേന്ദ്രൻപിള്ള, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കൾ, CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, AKG-യുടെ മകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, EMS-ന്റെ മകൾ രാധ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾ, പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകരും സഖാക്കളും സഹോദരന്മാരെ, സുഹൃത്തുക്കളും, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് AKG സെൻറ്റർ എന്ന പേരിൽ തന്നെ അറിയുന്ന AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അതിനുണ്ടായിരുന്ന പരിമിതികൾ കണക്കിലെടുത്ത് സ്വതന്ത്രമായൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വേണം എന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഒരു പുതിയ സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ തുടക്കം കുറിക്കുന്ന ജോലി നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് കേവലമായൊരു കെട്ടിടം എന്ന രീതിയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ
വർത്തമാന കാലഘട്ടത്തിലുള്ള ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആശയ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായി. ഇനിയും ആ ദൗത്യം മുന്നോട്ടേക്ക് നീക്കുന്നതിന് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് അതിൻ്റെ കേന്ദ്രമായി പുതിയ ഓഫീസും പൂർണ്ണമായ അർത്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ സൗകര്യപൂർവമായി പ്രവർത്തിച്ചുകൊണ്ട് അതിനെയും നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാനാവും എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. മഹാരഥന്മാരായ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയും ലോകവും അറിയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ നേതൃത്വ കേന്ദ്രമായി പ്രവർത്തിച്ച ഓഫീസാണ് നമ്മുടെ AKG സെൻറ്റർ. നമുക്കറിയാം EMS, AKG ഉൾപ്പെടെയുള്ള നായനാർ, VS, ചടയൻ, അതുപോലെ സഖാവ് കോടിയേരി, ഇതിൻ്റെ ഇടയിൽ സഖാവ് പിണറായി സുദീർഘകാലം ഇവരെല്ലാം പാർട്ടിയുടെ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച ഒരു കാലം പാർട്ടിക്കെതിരായി അതിശക്തിയായ കടന്നാക്രമങ്ങൾ രൂപപ്പെട്ട് പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്ന ഘട്ടത്തിലെല്ലാം പാർട്ടിയെ അതിൻ്റെ വളർച്ചയിൽ ഒരു മഹാവൃക്ഷം പോലെ ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കാൻ ഈ നേതൃനിരയാകെ അവരുടെ ഏറ്റവും പ്രമുഖനായ രക്തസാക്ഷി സഖാവ് അഴീക്കോടൻ, സഖാവ് CH കണാരൻ, പാർട്ടിയുടെ മഹാരഥന്മാരായ ഈ നേതാക്കളെല്ലാം നേതൃത്വം നൽകി പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മുന്നോട്ടേക്ക് നയിച്ച ഒരു പാരമ്പര്യമാണ് നമുക്ക് ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം മുതൽ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു നേതാവ് സഖാവ് VS മാത്രം. VSൻ്റെ ആരോഗ്യ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതുപോലുള്ള പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നത്. ഇവരെല്ലാം ചേർന്ന് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിന് ഇനിയും ബഹുദൂരം മുന്നോട്ടേക്ക് പോകാൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആദ്യത്തെ സെല്ല് രൂപീകരിച്ചത് 1937 കോഴിക്കോട് അങ്ങാടിയിലെ ഒരു പച്ചക്കറി പീടികയുടെ മേലെയാണ്. സഖാക്കൾ കൃഷ്ണപിള്ളയും EMSഉം ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടി മരണപ്പെടുന്നു. അതിനെ തുടർന്നാണ് സഖാവ് KPR ഗോപാലൻ ഉൾപ്പെടെ തൂക്കാൻ വിധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് ലോകത്ത് തന്നെ വിസ്മയിക്കുന്ന രീതിയിലുള്ള രക്തസാക്ഷിത്വം ഒന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കയ്യൂർ രക്തസാക്ഷികളുടെ ഉദയം. 4 സഖാക്കളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ അജ്ഞാതമായ ഒരു കേന്ദ്രത്തിൽ തൂക്കിലേറ്റിയിട്ട് അടക്കം ചെയ്യുകയാണ് ബ്രിട്ടീഷുകാർ 43 മാർച്ച് 29 ചെയ്തത്.
ഇത്തരത്തിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിരവധിയായ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും സഹനപരമായ ജീവിതത്തിൻ്റെയും ഭാഗമായി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പോരാട്ട വീര്യത്തിൽ നിന്നാണ്, ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ നിന്നാണ്, നൂറുകണക്കിന് സഖാക്കളുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിവേഗം വളർന്ന് മുന്നേറിയത്. ആ മുന്നേറ്റത്തിലൂടെയാണ് പുതിയ കേരളം രൂപപ്പെട്ടത്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയവും അതിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഫലപ്രദമായിട്ട് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഏറ്റവും ഫലപ്രദമായ നേതൃത്വം നൽകിയ എ കെ ബാലൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്രമായിരുന്നു AKG സെന്റർ. നമുക്കറിയാം, ഇന്നും സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം സോഷ്യലിസത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോയപ്പോഴും 20% ജനത ഇന്നും ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാപരമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളിലും അണിനിരന്ന് ലോകത്താകെ മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ച നമുക്കറിയാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ച് ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനങ്ങളെ നമുക്കറിയാം. സിലോണിലെയും അതുപോലെ തന്നെ നമുക്കറിയുന്ന നേപ്പാളിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി നമുക്കറിയാം. ലോകത്ത് അമേരിക്ക ഉൾപ്പെടെ അതിശക്തിയായ വലതുപക്ഷ തീവ്രവാദ സമീപനത്തിനെതിരായി ശക്തിയായ ജനകീയ മുന്നേറ്റം രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണിത് എന്ന് നമുക്കറിയാം. സാമ്രാജ്യത്വ യുദ്ധത്തിലൂടെയും അതുപോലെ തന്നെ ബലപ്രയോഗത്തിലൂടെയും മൂന്നാം ലോക രാജ്യങ്ങളെയും മറ്റു രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ പാലസ്തീനെതിരായിട്ടുള്ള സമരം ഉൾപ്പെടെ നമുക്ക് അറിയാം. അങ്ങനെയുള്ള പോരാട്ടങ്ങളും സമരങ്ങളുമെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ട്രംപിനോടൊപ്പം ചേർന്ന് നരേന്ദ്രമോദി നിലകൊള്ളുന്നു എന്നുള്ളതും നമുക്ക് അറിയുന്നതാണ്. വർഗീയ ധ്രുവീകരണത്തിലൂടെ ഒരു ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിച്ച് അമിതാധികാര രീതിയിൽ നവഫാസിസ്റ്റ് പ്രവണതയോടെ RSSൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും നേതൃത്വപരമായ പങ്കിൽ ഈ രാജ്യത്തെ എവിടെയാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യവും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പരിസ്ഥിതിയിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ നിലനിൽക്കുന്ന സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിത്തത്തിൽ ഈ മുതലാളിത്തത്തിൻ്റെ അന്ത്യം സ്വാഭാവികമായിട്ടും ഉണ്ടായേ പറ്റൂ എന്ന് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ ഇന്ത്യൻ ലോകത്തെമ്പാടുമുള്ള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് മാർക്സും എംഗൽസും വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചത് ഇന്നും പ്രസക്തമാണ്. ലോകത്ത് മുതലാളിത്ത പ്രതിസന്ധിയെ തരണം ചെയ്യാൻ മുതലാളിത്തത്തിനാവില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ മാറിയേ പറ്റൂ. ആ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വർഗം തൊഴിലാളി വർഗമാണ്, അധ്വാനിക്കുന്ന ജനതയാണ്. അവരാണ് ഉൽപാദക ശക്തികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവർ, കെൽപ്പുള്ളവർ, എല്ലാ വിഭാഗം അധ്വാനിക്കുന്നവരെയും ചേർത്തുകൊണ്ട്. ആ തരത്തിൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഐക്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഇന്ത്യയിലും സാധിക്കേണ്ടതുണ്ട്. ലോകത്തെമ്പാടും അത്തരത്തിലുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സ്വാഭാവികമായി രൂപപ്പെട്ടു വരികയും ചെയ്യും വർഗസമരത്തിന്റെ ഉൽപ്പന്നം എന്ന രീതിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ഈ ലോകത്തെയും രാജ്യത്തെയും നീക്കുന്നതിന് വേണ്ടി മാർക്സൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി ഇനിയും ഈ പാർട്ടിയും പ്രസ്ഥാനവും മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. അതല്ലാതെ വേറൊരു വഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലായാലും ലോകത്തെവിടെയായാലും ഇല്ല എന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്.
ആ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭൂമിയായിട്ട് നിലകൊള്ളുന്ന ഈ ഇന്ത്യയിലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തി എല്ലാ തരത്തിലുള്ള കള്ളപ്രചാര വേലകളും നിർവഹിക്കുന്ന മാധ്യമ ശൃംഖലയെയും ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാന സമീപനങ്ങളെയും എല്ലാം ചെറുത്തുകൊണ്ട് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു മൂന്നാം ടേം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ എത്തിച്ചു വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ AKG സെന്ററിനെ നമുക്ക് മാറ്റാനാവണം. അത്തരത്തിൽ ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് ഒരു പാർട്ടി ഓഫീസല്ല പ്രശ്നം, ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ആശയപരവും രാഷ്ട്രീയവുമായ കേന്ദ്രമായി ഈ AKG സെന്ററിനെ മാറ്റുന്നതിന് വേണ്ടി നമുക്കാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 23, വിശേഷ ദിവസങ്ങൾ നോക്കിയാൽ ഇന്ന് ലോക പുസ്തക ദിനമാണ്. മറ്റൊന്ന് ഷേക്സ്പിയറുടെ ചരമദിനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കിടയിൽ ജീവൻ വെടിയേണ്ടി വന്ന രക്തസാക്ഷികളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടതാണ് കേരളം രക്തസാക്ഷികൾ. 1948 ഏപ്രിൽ 23 അവിടുത്തെ വെടിവെപ്പിൽ സഖാവ് പുന്നക്കോടൻ കുഞ്ഞമ്പു രക്തസാക്ഷിയാകുന്നത്. ഇതെല്ലാമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. ഈ പ്രത്യേകതകളെല്ലാം ആലോചിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പരിപാടി വെച്ചത്. ഞങ്ങളിപ്പോൾ ഇരുന്നാലോചിക്കുമ്പോൾ ഏതാണ് സൗകര്യമുള്ളൊരു തീയതിയെന്ന് നോക്കി അന്നേ നിശ്ചയിച്ച പരിപാടികൾ കിടക്കുന്നുണ്ട്. ഇന്നലെ വയനാട്ടിലൊരു പരിപാടിയാണ്, നാളെ പത്തനംതിട്ടയിൽ പരിപാടിയാണ്. എന്നാൽ പിന്നെ ഇന്ന് ഒഴിവുണ്ടല്ലോ, ഇന്നായിക്കൂടെ എന്ന് ആലോചിച്ചു. അങ്ങനെ ഇന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അത് നേരത്തെ ഗോവിന്ദ മാസ്റ്റർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഏതോ മൂലക്ക് ഈ ദിനത്തിൻ്റെ എന്തോ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അത് പഞ്ചാംഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആഫീസ് ഉദ്ഘാടനം ഈ തീയതിക്ക് വെച്ചത് എന്ന് കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നീണ്ടൊരു നമസ്കാരം നമുക്ക് വരും. പക്ഷെ അതൊന്നും യേശുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതെങ്കിലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമായിരുന്നു. ഇവിടെ AKG സെന്റർ പുതുതായി നിർമ്മിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം വിശദമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സഖാവ് AK ബാലനും സഖാവ് ഗോവിന്ദൻ മാസ്റ്ററും അത് വിശദമാക്കി കഴിഞ്ഞു. ഇനി വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇത്തരമൊരു പുതിയ സൗകര്യം വേണം എന്ന് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം ആണ് ഈ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെയുള്ള സ്ഥലമാണ്. കാരണം ഞങ്ങളവിടെ ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ കുറേ കാലം താമസിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന പലരും അതിൻ്റെ തൊട്ടാണല്ലോ. പക്ഷെ ആ സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിക്കും എന്ന ധാരണ ആദ്യം അദ്ദേഹത്തിനാണ് ഉണ്ടാകുന്നത്. അതൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറ്റ് പരിശോധനകളിലേക്ക് കടക്കണമായിരുന്നു. നിയമപരമായ കടലാസുകൾ പരിശോധിക്കാൻ എറണാകുളത്ത് തന്നെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി.
അവർ പരിശോധിച്ച് ഒരു പ്രശ്നവുമില്ല, ഏറ്റെടുക്കാവുന്നതാണ്, നമുക്ക് വാങ്ങാവുന്നതാണ് എന്ന നിലയിലേക്ക് എത്തി. ഇതെല്ലാം അതത് ഘട്ടത്തിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽ അന്നത്തെ സെക്രട്ടറി എന്ന നിലക്ക് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങാനുള്ള ധാരണയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് നേരത്തെ സഖാവ് ബാലൻ പറഞ്ഞ രീതിയിലുള്ള ഒരു കേസിൻ്റെ പ്രശ്നം ഉയർന്നു വന്നു. അതിന് മുന്നിൽ ചില തർക്കങ്ങളുണ്ട്, പിന്നെയും ചില തർക്കങ്ങൾ പുതുതായിട്ട് ഉയർന്നു വന്നു. ഏതായാലും ഒരു നയപരമായ തടസ്സങ്ങളുമില്ലാതെ ആ സ്ഥലം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. ആ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്ന പ്രശ്നം വന്നപ്പോൾ കെട്ടിടത്തിൻ്റെ മേൽനോട്ടം ആര് വഹിക്കണം, അതിൻ്റെ ആർക്കിടെക്റ്റ് ആരാവണം എന്നതിനെക്കുറിച്ച് പൊതുവെ പാർട്ടി തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ കൂടുതൽ പേരുകളൊന്നും വന്നില്ല. അത് ആ ഘട്ടത്തിൽ തന്നെ മഹേഷിൻ്റെ പേരാണ് വന്നത്. കാരണം ഇത്തരമൊരു കാര്യത്തിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു ആർക്കിടെക്റ്റാണ് മഹേഷ് എന്ന് നമ്മുടെ നാട്ടുകാർക്കെല്ലാവർക്കും, കെട്ടിടവുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്ന നില വന്നത്. ഇന്നിപ്പോൾ അത് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. എല്ലാ തരത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സങ്കേതമായി, CPIM-ന്റെ ആസ്ഥാനമായി ആ കെട്ടിടം തലയുയർത്തി നിൽക്കുകയാണ്. ഇതിന് സഹകരിച്ച, ഇതുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകിയ എല്ലാവരോടും ഉള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ ഒന്നുകൂടി രേഖപ്പെടുന്നു. നമ്മുടെ പാർട്ടി നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി പലവിധ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് തുടക്കം മുതലേ പ്രവർത്തിച്ചു വന്നത്. പക്ഷെ ഇപ്പം നമ്മൾ വല്ലാത്തൊരു ദശാസന്ധിയിൽപ്പെട്ട് നിൽക്കുന്നൊരു ഘട്ടമാണ്. CPIM-നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമാണ്. തുടക്കം മുതലേ ഇത്തരത്തിലുള്ള വളഞ്ഞിട്ട ആക്രമണങ്ങളാണ് പാർട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. വലിയ തോതിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട, അതാണ് കേരളത്തിൽ കണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം അതാണ്. കേരളമടങ്ങുന്ന കരിവള്ളൂരിൽ ഉണ്ടായത്. ഒരുപാട് സഖാക്കളുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട ആ കാലത്തുണ്ടായി. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഇനി ഇവിടെ ഈ കൊടി, ഈ ചെങ്കൊടി ഉയരില്ല എന്ന് പറയുന്ന നിലയും വന്നു. ആ പറഞ്ഞത് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ വേണ്ടി പോലീസിനോടൊപ്പം പോയിരുന്ന കുറുവടിപ്പടയുണ്ട്. ആ കുറുവടിപ്പടയുടെ നേതാവായിരുന്നു. 1948 കാലത്താണ് അതിഭീകരമായ കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നത്. പക്ഷേ ഒരു ദശാബ്ദം കഴിയുന്നതിന് മുൻപ്, ഒരു ദശാബ്ദം എടുത്തില്ല, 1957 ഈ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് അധികാരത്തിലെത്തിയത്.
വലിയ ആക്രമണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ നടന്നപ്പോൾ ആ ആക്രമണങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് സാധാരണ ജനങ്ങളായിരുന്നു. ആ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാധാരണക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുക്കുകയല്ല ചെയ്തത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടേതായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതുകൊണ്ടാണ്. ആരും അത്തരമൊരു ശബ്ദമുയർത്താത്ത നാട്ടിൽ അന്ന് തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. അതുകൊണ്ടാണ് അവരാക്രമിക്കപ്പെടുന്നത്, അവർ കള്ളക്കേസിൽ പെടുന്നത്, അവരെ ജയിലിലടക്കുന്നത് എന്നെല്ലാം തിരിച്ചറിയാൻ ആ പാവങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തുള്ള പിന്തുണക്കാരായി നിന്നത്. അങ്ങനെയാണ് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ 10 വർഷം മുൻപോ അല്ലെങ്കിൽ ആ ദശാബ്ദക്കാലയളവിലോ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കർഷകർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു. കൃഷിഭൂമി കൃഷിക്കാരൻ. അന്ന് അവർ ജോലിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ ജോലിയെടുക്കുന്ന വയലേലകളെ കുറിച്ച് ആ തൊഴിലാളികൾ പാടിയ പാട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പുച്ഛിച്ച് തള്ളുകയായിരുന്നു. കൃഷിഭൂമി കൃഷിക്കാരൻ. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭ്രാന്ത് തന്നെയാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നടക്കുക എന്നായിരുന്നു ആ കാലത്ത് എല്ലാ സമ്പത്തിൻ്റെയും അവകാശികൾ തങ്ങളാണെന്ന് ധരിച്ചിരുന്ന ഭൂവുടമകളും ജന്മികളും നാടുവാഴികളും കരുതിയിരുന്നു. കാരണം അവരുടെ കൂടെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുമൊക്കെ. പക്ഷേ 10 വർഷം കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ കണ്ടു. 1957 അതേവരെ കണ്ണീരോടെ ഇറങ്ങിപ്പോകേണ്ടി വന്നിരുന്ന പാവപ്പെട്ടവർ, തങ്ങൾ താമസിക്കുന്ന കുടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നവർ, തങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നവർ, തങ്ങൾ കൃഷി ചെയ്ത് നട്ടുവളർത്തിയ ആ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവർ, അവർക്കെല്ലാം ആശ്വാസമേകിക്കൊണ്ട് 1957 EMS ഗവൺമെൻറ് ആദ്യം ചെയ്ത നടപടി കുടിയിറക്ക് നിരോധന ഓർഡിനൻസ് കൊണ്ടുവരലായിരുന്നു. ആരും പറയാതെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ സ്വയമേവ ഇറങ്ങി പ്രകടനം നടത്തുകയായിരുന്നു അതിനനുകൂലമായിട്ട്. കാരണം പുതിയൊരു അവകാശം അവർക്ക് ലഭിക്കുകയായിരുന്നു. അതേവരെ കണ്ണീരോടെ ഇറങ്ങിപ്പോകേണ്ടി വന്നവർ 10,000-കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാശ്വാസം ലഭിക്കുകയായിരുന്നു. പിന്നീടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ നാടിൻ്റെ മാറ്റം, ഇന്ന് നാം കാണുന്ന ഈ കേരളം ഇന്നത്തെ നിലയിലേക്ക് പടുത്തുയർത്തുന്നതിന് ശക്തമായ അടിത്തറയിട്ടത് ആ ഗവൺമെൻറ്റാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഗവൺമെൻറ്റിന് അധികാരം നിൽക്കാൻ പറ്റിയില്ല. 2 വർഷം. പിന്നെ പക്ഷേ ആ ഗവൺമെൻറ്റിനും അധികകാലം നിൽക്കാനായില്ല. 2 വർഷമേ നിൽക്കാനായിട്ടു. 69 ആകുമ്പോഴേക്ക് ആ ഗവൺമെൻറ് മാറി. പിന്നീട്
1980 അടുത്ത ഗവൺമെൻറ് വരുന്നത്, സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ആ ഗവൺമെൻറ് വരുന്നതിനിടക്ക് സംഭവിച്ച കാര്യങ്ങൾ, അതാണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും കറുത്ത ദിനങ്ങളുടെ ഘട്ടം, അടിയന്തരാവസ്ഥയുടെ ഘട്ടമടക്കം. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ രാജ്യത്താകെ എന്താണോ നടന്നിരുന്നത് അതിൻ്റെ മുൻ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയായിരുന്നു. അന്നത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങൾ, എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല, ഒരുപാട് പഴയ കഥകളാണ്. പക്ഷേ ഗുണ്ടകൾ ഇറങ്ങിപ്പോവുക, അതിൻ്റെ കൂടെ പോലീസ് ഉണ്ടാവുക, ഏത് കമ്മ്യൂണിസ്റ്റുകാരനെയാണോ ആക്രമിക്കേണ്ടത് അവിടത്തേക്ക് ഈ ഗുണ്ടകൾ ചെന്ന് കയറുന്നു, ആക്രമിക്കുന്നു. പോലീസ് എന്തിനാ? അക്രമം തടയാനല്ല, ഈ ആക്രമിക്കപ്പെടുന്നവർ അഥവാ തിരിച്ചെന്തെങ്കിലും ചെയ്തു കളഞ്ഞെങ്കിൽ അവരെ നേരിടാനാണ് പോലീസ്. ഇതായിരുന്നു ആ കാര്യം. അത് കഴിഞ്ഞാണ് അടിയന്തരാവസ്ഥയുടെ ഘട്ടം വരുന്നത്. 80 വന്ന ഗവൺമെൻറ്റും 2 വർഷം മാത്രമേ നിൽക്കുള്ളൂ. 82 ആ ഗവൺമെൻറ് കാലവും കഴിഞ്ഞു. പക്ഷേ പിന്നീടൊരു പുതിയ ടേമായി. 82 ആ ഗവൺമെൻറ് ഇറങ്ങിയെങ്കിലും 87 കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അത് സഖാവ് നായനാരുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഗവൺമെൻറ്റായിരുന്നു. പിന്നീടാണ് നമ്മൾ കണ്ട 5 വർഷക്കാലം തുടരുന്നത്. അതിൻ്റെ തുടർച്ചയായി ആ ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാക്കിയില്ല, 4 വർഷം പൂർത്തിയായപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. സാധാരണ 5 വർഷം പൂർത്തിയാക്കുന്നതിന് വിഷമമില്ല, പക്ഷേ ഗവൺമെൻറ് അത് തീരുമാനിച്ചുകൊണ്ട് 4 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ LDF-ന് അന്ന് വിജയിക്കാനായില്ല. UDF ഗവൺമെൻറ്റാണ് വന്നത്. പക്ഷേ 96 വീണ്ടും നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ. പിന്നീട് 2006 ആ 1996 വന്ന ഗവൺമെൻറ് 2001 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. UDF വന്നു. 5 വർഷം കാലയളവാണ് ഓരോ ഗവൺമെൻറ്. പിന്നീട് 2006 സഖാവ് VS-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. 2011 നമ്മൾ വിജയത്തിനടുത്തെത്തി പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് 2016 എത്തുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിലെല്ലാം നടന്നൊരു കാര്യമുണ്ട്. ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തത്. അതിനെ തകർക്കുന്ന സമീപനമാണ് പിന്നീടുള്ള ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. ആ ഗവൺമെൻറ്റുകൾ നാടിനെ തകർക്കുന്ന പലവിധ നടപടികൾ, എന്തുകൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നാടിനെ തകർക്കാൻ പറ്റാതിരുന്നത്? അതിശക്തമായ ബഹുജന പ്രക്ഷോഭം അതിനെതിരെ നടന്നു. വലിയ പ്രക്ഷോഭങ്ങളാണ് നമ്മുടെ നാട്ടിൽ CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും LDF-ൻ്റെയും നേതൃത്വത്തിൽ നടന്നിരുന്നത്. വർഗബഹുജന സംഘടനകളുടെ നേതൃത്വത്തിലും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. എല്ലാ മേഖലകളിലും നടന്നിരുന്നു. അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല. നമ്മുടെ സാധാരണ സർക്കാർ ജീവനക്കാർ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരില്ലല്ലോ. പക്ഷേ സർക്കാർ ജീവനക്കാർക്കടക്കം ആ ഘട്ടത്തിൽ കടുത്ത പ്രക്ഷോഭത്തിൽ ഏർപ്പെടേണ്ടി വന്നു.
കാരണം അത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾക്ക് ആയിരുന്നു സർക്കാർ ജീവനക്കാരുടെ നേരെ ഇണക്കം വന്നിരുന്നത്. ഇതിനെല്ലാം നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലതുപക്ഷം ആഗ്രഹിച്ച രീതിയിൽ കേരളം തകരാതിരുന്നത്. ഈ ഓരോ 5 വർഷം കൂടുമ്പോഴും അധികാരത്തിലെത്തിയ LDF ഗവൺമെന്റിന്റെ ആദ്യ വർഷങ്ങളിൽ ചെയ്യാനുള്ളത് തകർത്ത കേരളത്തെ വീണ്ടെടുക്കലാണ്. അപ്പോഴേക്ക് 1-2 വർഷം പോകും. പിന്നീടുള്ള 2-3 വർഷമാണ് കേരളത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റുക. ഇതാണ് 2016 വരെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? പൂർണ്ണമായി തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് നാട്. വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല, കാരണം ഇവിടെ ധാരാളം പേർ സംസാരിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പിന്നെ ആ വിശദാംശങ്ങളൊക്കെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. അതുകൊണ്ട് തന്നെ വലിയ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ നമ്മുടെ നാടിൻ്റെ തകർച്ച, കടുത്ത നിരാശ, ആളുകളെ ബാധിച്ച ഇനി നാട് നന്നാവില്ല, ഇങ്ങനെയായിപ്പോയി നമ്മുടെ നാട്, എൻ്റെ നാട് എന്ന ചിന്ത, അതിനെല്ലാം 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ നേതൃത്വം വഹിച്ച LDF ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രകടന പത്രികയിലൂടെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. 600 ഇനങ്ങളിലൂടെ ജനങ്ങളോട് പറഞ്ഞത് ഓരോ ഇനവും എങ്ങനെ പരിഹരിക്കുമെന്നായിരുന്നു. അവിടെ പുതിയൊരു സമീപനം പൊതുവിൽ LDFന് സ്വീകരിക്കാൻ കഴിയും. പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പ്രാവർത്തികമാക്കുക. എത്രത്തോളം പ്രാവർത്തികമായി എന്നത് ഓരോ വർഷം കൂടുമ്പോൾ ജനങ്ങളെ അറിയിക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. പൂർണ്ണമായി ജനങ്ങൾ മനസ്സിലാക്കി എന്താണ് നടക്കുന്നത്. നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായി. നാഷണൽ ഹൈവേ അന്ന് നടക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറയൂ? മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് പാറശാല വരെ യാത്ര ചെയ്യുന്ന ഏതൊരാളും യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയിലെ അനുഭവപ്പെടുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ചിലയിടത്ത് പണി പൂർത്തിയായിരിക്കുന്നു. ആ പൂർത്തിയായ ഭാഗത്തുകൂടെ പോകുമ്പോൾ അനുഭവിക്കുന്ന ആ മനസ്സിന്റെ കുളിർമ ഒന്ന് ഓർത്തു നോക്കും. ഇതേതാനും മാസം കഴിയുമ്പോൾ പൂർത്തിയാകാൻ പോവുകയല്ലേ. ഇത് നാഷണൽ ഹൈവേ മാത്രമല്ലല്ലോ, ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു. നമ്മുടെ നാട്ടിലെ റോഡുകൾ, പ്രധാന റോഡുകൾ എല്ലാം അതിമനോഹരമായിരിക്കുന്നല്ലോ. നല്ല രീതിയിൽ യാത്രാ സൗകര്യം വർദ്ധിച്ചിരിക്കുന്നല്ലോ. എങ്ങനെയാണ് ഇത്തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്? നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം തകർന്നു പോയിരുന്നില്ലേ? തീർത്തും തകർത്തി എന്നായിരുന്നല്ലോ. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ പോകാത്ത അവസ്ഥയായിരുന്നില്ലേ? 5 ലക്ഷം കുട്ടികളല്ലേ കൊഴിഞ്ഞു പോയിരുന്നത്. ഇപ്പോ പൊതുവിദ്യാലയങ്ങൾ നോക്കിയാൽ എല്ലായിടങ്ങളിലും നല്ല മാറ്റമല്ലേ. മനോഹരമായ കെട്ടിടങ്ങൾ കിടക്കുന്നു, പുതിയ ലാബ്, പുതിയ ലൈബ്രറി, മറ്റു സൗകര്യങ്ങൾ എല്ലാം വന്നിരിക്കുന്നു. ക്ലാസ് മുറികൾ ഹൈടെക്കായി കിടക്കുന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഹൈടെക് സ്കൂളുകൾ. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയനാട്ടിലൊരു പരിപാടിയായിരുന്നു. വയനാട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖല
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2016 നമ്മുടെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അത് യൂണിവേഴ്സിറ്റി ആവട്ടെ, കോളേജ് ആവട്ടെ, ഏതാവട്ടെ, ഇന്ത്യയിലെ ആദ്യത്തെ കുറേ എണ്ണത്തിൻ്റെ ആ പട്ടികയിൽ എടുത്താലുണ്ടായിരുന്നില്ല. വളരെ പുറകിലായിരുന്നു നമ്മൾ. അത് 10, 20, 50 പുറകിലല്ല, 100ൻ്റെയും പുറകിലായിരുന്നു. 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമെന്ന നിലക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരൊരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി, ഇതിൽ നമുക്ക് മാറ്റം വരുത്താനാവണം, ഇതിന് മാറ്റം വരണം, വല്ലാതെ പിറകിൽ കിടക്കരുത്, ആദ്യത്തെ കുറേ എണ്ണത്തിലെങ്കിലും നമ്മൾ ഉണ്ടാവണം. അന്ന് ആദ്യത്തെ 100 ഇടപിടിക്കാനാണ് മനസ്സിൽ തോന്നുന്നത്. പക്ഷേ അത്രത്തോളം പറഞ്ഞില്ല, അതിനേക്കാൾ കുറച്ചുകൂടി മുമ്പോട്ട് വരണമല്ലോ. എന്തായി ആ ശ്രമം? ഇപ്പോ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൻ്റെ പൊതു യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് കണക്കാക്കിയാൽ